അക്ബറും ഷാജഹാനും മഹാന്മാരാണ് എന്ന് പറയുന്നു. ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? പാഠപുസ്തകത്തിലെ പഠന വിഷയമാക്കാൻ വേണ്ടി എന്താണ് ഇവർ ചെയ്തത്? നടനും രാഷ്ട്രീയക്കാരനുമായ പവൻ കല്യാണാണ് ഇത്തരമൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ മുഗൾ രാജാക്കന്മാരെ മഹത്വൽക്കരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഹരിഹര വീര മല്ലു എന്ന സിനിമയെക്കുറിച്ചും ചരിത്ര വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ ആരും ഇന്ത്യക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വീരകഥകൾ മാത്രം രചിക്കുകയും അത് കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഗൾ ഭരണാധികാരികൾക്ക് കീഴിൽ ഇന്ത്യക്കാർ അനുഭവിച്ച കഷ്ടപ്പാടുകളെ വിദ്യാഭ്യാസ സമ്പ്രദായം അവഗണിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ചരിത്രം തെറ്റായി ചിത്രീകരിക്കപ്പെട്ടുവെന്നും അതിന്റെ യഥാർത്ഥ നായകന്മാർ അവഗണിക്കപ്പെട്ടു. ഇന്ത്യയെ ആരും ആക്രമിച്ചില്ല, ഞങ്ങൾ ആരെയും അടിച്ചമർത്തിയില്ല. എല്ലാവരും ഈ രാജ്യം ഏറ്റെടുക്കുവാനും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുവാനും അടിച്ചമർത്തുവാനും ശ്രമിച്ചു. ചരിത്ര പുസ്തകങ്ങൾ മുഗൾ ചക്രവർത്തിമാരെ ആഘോഷമാക്കുന്നു. അതേസമയം അവർ സൃഷ്ടിച്ച അടിച്ചമർത്തലിനെയും തദ്ദേശീയ ഭരണാധികാരികളുടെ ചെറുത്തുനിൽപ്പിനെയും ഒക്കെ അംഗീകരിക്കുന്നില്ല. മുഗൾ മഹത്വത്തെക്കുറിച്ച് അവർ എത്ര കാലം സംസാരിക്കും? നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് എന്ത് സംഭവിച്ചു? അടിച്ചമർത്തലിനെ കുറിച്ചും നമ്മൾ അനുഭവിച്ച ആ കാലങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ അവർ ഒരിക്കൽ കൂടി സംസാരിച്ചിട്ടില്ല. അക്ബർ മഹാനാണ് എന്നും ഔറംഗസേബ് മഹാനാണ് എന്നും ഒക്കെ അവർ പറഞ്ഞു നടക്കുന്നു. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്കാർക്കും പറയാനില്ല. ധീരമായി തന്നെ പോരാടിയ നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാരെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമ്മുടെ പാഠപുസ്തകങ്ങളിലോ സ്കൂൾ പുസ്തകങ്ങളിലോ ഒക്കെ ആകട്ടെ മുഗളരുടെ മഹത്വൽക്കരിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവർ ചെയ്ത ക്രൂരതകളെക്കുറിച്ച് ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല. അക്ബർ മഹാനാണ് എന്നും ഷാജഹാൻ മഹാനാണ് എന്നും ഔറംഗസീബ് മഹാനാണ് എന്നും അവർ പറയുന്നു. പക്ഷെ അവരൊക്കെ ചെയ്തത് എന്താണ്? വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഔറംഗസേബ് നമ്മുടെ രാജ്യത്തിന് എന്താണ് ചെയ്തത് എന്നും അദ്ദേഹം പവൻ കല്യാൺ ചോദിക്കുന്നു. അദ്ദേഹം തൻ്റെ സഹോദരൻ അതായത് ഷാജഹാനെ ജയിലിൽ വെച്ച് കൊന്ന് തന്നെ കൊലപ്പെടുത്തി. ഒരാൾ ഹിന്ദുവാണെങ്കിൽ അവർ നികുതി അടയ്ക്കണമെന്ന നിയമം ഏർപ്പെടുത്തുകയും അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതാണോ എന്നും പവൻ കല്യാൺ ചോദിക്കുന്നു. ഒരു ഹിന്ദുവായതിനാൽ നിങ്ങളൊരു ഹിന്ദുവായി നികുതി അടയ്ക്കണം, അത് അംഗീകരിക്കപ്പെടാൻ അത് വേണ്ട കാര്യങ്ങളല്ല. അത്തരം ദുഷ്കരമായ സമയങ്ങളിൽ ഛത്രപതി ശിവാജി മഹാരാജിനെ പോലെയുള്ള മഹാനായ നേതാക്കൾ വന്നു. അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാഭിമാനവും ധൈര്യവും ഒക്കെ തന്നെ പുനർസൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം തന്നെ തമിഴ്നാട്ടിൽ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പവൻ കല്യാൺ എടുത്തു പറയുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.